ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും ആദരമർപ്പിച്ച് കൊച്ചിയിലും ത്രിവർണ്ണ സ്വാഭിമാന യാത്ര. ബി.ജെ.പി. നേതാവ് മേജർ രവി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പഹൽഗാം ഭീകരാക്രമണത്തിലെ വീരബലിദാനി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ ഭാര്യ ഷീല, മകൻ അരവിന്ദ് എന്നിവരും ഈ തിരങ്ക യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ജിജീഷ, എന്തായാലും കൊച്ചിയിൽ നടക്കുന്ന ഈ തിരങ്ക യാത്ര ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായി ഒരു പക്ഷേ രക്തബന്ധമുള്ള ഒരു യാത്ര എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ തീവ്രവാദികളുടെ വെടി അല്ലെങ്കിൽ അവരുടെ തോക്കിന് ഇരയായ രാമചന്ദ്രൻ്റെ ഭാര്യ, വീരബലിദാനി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല, മകൻ അരവിന്ദ് എന്നിവരൊക്കെ ഈ തിരങ്ക യാത്രയിൽ പങ്കെടുക്കുന്നു. മേജർ രവിയാണ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. ബി.ജെ.പി. നേതാവ് ഡോക്ടർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. പറഞ്ഞതുപോലെ തന്നെ ദേശാഭിമാന രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ സൈനികർക്ക് ഉള്ള പിന്തുണയായിക്കൊണ്ട് ഉള്ള ഒരു തിരങ്ക യാത്ര തന്നെയാണ് ഇവിടെ ആരംഭിക്കുന്നത്. മേജർ രവി തിരങ്ക യാത്ര ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ദിവസം അതും എറണാകുളത്ത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ബി.ജെ.പിയിലെ എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ദേശസ്നേഹികളായിട്ടുള്ള എല്ലാവരോടും ആദ്യമായിട്ട് നന്ദി പറയുന്നു. അഭിമാനം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സർജിക്കൽ സ്ട്രൈക്കും പലതും നമ്മളതിനു മുന്നിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഏപ്രിൽ 22 നടത്തിയിട്ടുള്ളതിൻ്റെ ഒരു പ്രതികാരമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് അല്ലായിരുന്നു അത്. അതൊരു മാലപ്പടക്കത്തിൻ്റെ പൊട്ടിക്കലായിരുന്നു. ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശക്തമായിട്ട് മറുപടി തരും എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റും അത് മോദിജിയുടെ അണ്ടറിലുള്ള ആ ഒരു ഓർഡറിന് പാകിസ്ഥാന് ശരിയായിട്ടുള്ളൊരു ഉത്തരം 2 ദിവസം കൊണ്ട് കൊടുക്കലും, അത് കഴിഞ്ഞ് പലപ്പോഴും ചോദിച്ചു സീസ് ഫയർ കഴിഞ്ഞതിന് ശേഷം എന്തേ പിന്നെ അവർ ഫയർ ചെയ്തപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തില്ല എന്നുള്ളത്. അത് നമ്മുടെ സമന്വയം എന്ന് പറഞ്ഞാൽ അത് പക്വതയാണത്. അവർക്ക് അവരുടെ രാജ്യത്തിലെ മുഖം രക്ഷിക്കാൻ വേണ്ടി 1-2 ഷെല്ലുകൾ ഇടണം. അത് നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കി അതിനെ റിട്ടാലിയേറ്റ് ചെയ്യാതെ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയും അഭിമാനവും എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ഭാരതത്തിനെ ഈ ഒരു ലെവലിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ്. അതിനകത്ത് ആ വ്യക്തിമായിട്ടുള്ള രാമേന്ദ്രേട്ടൻ്റെ പ്രിയ പത്നി ഇവിടെ ഉണ്ട്, മകനുണ്ട്. എല്ലാവരോടും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, കാരണം അവരിന്ന് രക്തസാക്ഷികളാണ്. ഒരു പട്ടാളക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള അതേപോലുള്ള ആ ഒരു ടെററിസത്തിനെ ഫേസ് ചെയ്തും ശക്തമായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫാമിലീസ് പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു കുടുംബത്തിനെ ഞാൻ പോയി കണ്ടപ്പം ഞാൻ കരഞ്ഞപ്പം എന്നോട് പറഞ്ഞതാണ് മോൻ കരയരുന്നു. അപ്പൊ അവരുടെ ആ ഒരു മനോധൈര്യം അതുപോലെ കാണുന്ന സമയത്ത് ഇതുപോലുള്ളതായിരിക്കണം നമ്മുടെ ഓരോ ഭാരതീയനും. ഭാരതത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ള പറഞ്ഞാൽ പോരാ, ഇതുപോലെ ചങ്കൂറ്റത്തോടുകൂടി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അഭിമാനം വീണ്ടെടുക്കാനുള്ള എല്ലാ പ്രവൃത്തിക്കും നമ്മൾ പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നു. അദ്ദേഹത്തിനും അതുപോലെ തന്നെ എല്ലാ ഭാരതീയർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇതൊരു വിജയം, ഇതൊരു വിക്ടറി ഡേ ആയിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കാം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. താങ്ക് യു. പ്രിയപ്പെട്ട ഷീല ചേച്ചി, സ്വർഗീയ രാമേന്ദ്രേട്ടന്റെ പ്രിയതമ 2 വാക്ക് സംസാരിക്കും. നമസ്തേ. പഹൽഗാമിലുണ്ടായ ഞങ്ങൾക്കുണ്ടായ ട്രാജഡി, രാജ്യത്തിനുണ്ടായ നഷ്ടത്തിനെതിരെ നമ്മുടെ സേനയും നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും പാകിസ്ഥാനെതിരെ നന്നായി തിരിച്ചടിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം സമാധാനം, ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ നമുക്ക് വിജയം കൈവരിച്ചതിൽ ഞാൻ നമ്മുടെ സേനയോടും ഞങ്ങളുടെ അഭിനന്ദനായ പ്രധാനമന്ത്രിയോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ഭാരത് മാതാ കി ജയ്.
ഭാരത് മാതാ കേ ഭാരത് മാതാ കേ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ച് രാജേന്ദ്ര മൈതാനിയിൽ ഗാന്ധി പ്രതിമയുടെ അടുത്താണ് സമാപിക്കുന്നത്. ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട പോലെ ഭാരതാംബയുടെ ചുറ്റുമായിട്ട് 2 നാരീശക്തി. അതിൽ ഇന്ന് പങ്കെടുക്കുന്ന ഐശ്വര്യ സജീവ് കേരളത്തിന്റെ സ്റ്റേറ്റ് ചാമ്പ്യനാണ്, ടെന്നീസിലെ സ്റ്റേറ്റ് ചാമ്പ്യൻ. ഉള്ളത് ഗോപിക ഗിരീഷ് കേന്ദ്രീയ വിദ്യാലയ. ആ 3 പേരായിരിക്കും ഇത് നയിക്കുക. അതിന്റെ ബാക്കിൽ രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നു. നിരവധി ആളുകൾ, പൊതുജനങ്ങൾ, സാധാരണക്കാർ, വനിതകൾ തുടങ്ങി വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ തിരങ്ക യാത്രയിൽ പങ്കാളികളാകുന്നുണ്ട്. ഭാരത സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനും പ്രധാനമന്ത്രിക്കും ആദരമർപ്പിച്ചാണ് വിവിധയിടങ്ങളിൽ BJP തിരങ്ക യാത്ര സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലും ഈ പരിപാടി നടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൊച്ചിയിൽ നടക്കുന്ന തിരങ്ക യാത്ര മേജർ രവി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നേരത്തെ ജിജീഷ് പറഞ്ഞ പോലെ തന്നെ വീരബലിദാനിയായിട്ടുള്ള രാമചന്ദ്രൻ്റെ കുടുംബം ഈ തിരങ്ക യാത്രയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തിരങ്ക യാത്ര ഇപ്പോൾ എങ്ങോട്ടേക്കാണ് ഇതിൻ്റെ റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ. എറണാകുളം ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്നാണ് ഈ തിരംഗയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഗാന്ധി പ്രതിമയുടെ ഭാഗത്തേക്കാണ്. എറണാകുളം ഗാന്ധി പ്രതിമയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നു. അവിടെയാണ് സമാപനം. 3 പെൺകുട്ടികളാണ് ഈ ഒരു യാത്രയുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഭാരതാംബ ഒപ്പം തന്നെ മറ്റു 2 പെൺകുട്ടികൾ ഈ ഒരു യാത്രയെ നയിക്കുന്നു എന്നതാണ് അതിൽ പ്രധാനം. നാരീശക്തിയുടെ പ്രതീകങ്ങളായിട്ടാണ് ഈ 3 കുട്ടികൾ. കാരണം പാകിസ്ഥാന്റെ ഒളിപ്പോരുകളെ ശക്തമായി നേരിട്ടത് ഭാരതത്തിന്റെ വീരപുത്രിമാരായിരുന്നു. അതിന് നേതൃത്വം നൽകിയിരുന്നത് സൈന്യത്തിലെ വീരപുത്രിമാരായിരുന്നു. അതിന് സമാനമായി തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട്, സൈന്യത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ തിരങ്ക യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് 3 പെൺകുട്ടികൾ തന്നെയാണ്. ഒപ്പം തന്നെയാണ് വിവിധ മേഖലകളിലുള്ള ആളുകൾ. ഒപ്പം പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന, പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദികളുടെ തോക്കിന് ഇരയായ നിരപരാധിയായ രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഷീല രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു തിരങ്ക യാത്രയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്നു. മേജർ രവി ഉണ്ട്. അതെ, തിരങ്ക യാത്ര വളരെ ശ്രദ്ധ നേടുകയാണ്. കൊച്ചിയിൽ നടക്കുന്ന തിരങ്ക യാത്രയിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വീരബലിദാനിയായ രാമചന്ദ്രൻ്റെ സഹധർമ്മിണി ഷീല രാമചന്ദ്രൻ ഈ തിരങ്ക യാത്രയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തിരങ്ക യാത്രയിൽ രാമചന്ദ്രൻ്റെ മകൻ അടക്കമുള്ള മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്നു. മകൻ അരവിന്ദും ഈ തിരങ്ക യാത്രയിൽ ഉണ്ട്. തിരങ്ക യാത്ര ഇപ്പോൾ അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. മേജർ രവി ഉദ്ഘാടനം ചെയ്ത തിരങ്ക യാത്ര ഭാരത് മാതാവിന് ജയ് വിളിച്ചുകൊണ്ടുള്ള യാത്ര പുരോഗമിക്കുന്നു. വീരബലിദാനി രാമചന്ദ്രൻ്റെ കുടുംബവും ഈ തിരങ്ക യാത്രയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഈ എല്ലാ ജില്ലയിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ BJP ഇത്തരത്തിൽ പരിപാടി നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന പരിപാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരത്തും തിരങ്ക യാത്ര നടന്നിരുന്നു. വിവിധ ജില്ലകളിൽ സമാനമായ പരിപാടികൾ രാജ്യത്തൊട്ടാകെയും നടക്കുന്നുണ്ട്. പക്ഷേ കൊച്ചിയിൽ നടക്കുന്ന ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ വീരബലിദാനിയായ രാമചന്ദ്രൻ്റെ കുടുംബം പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയല്ലേ ജിജീഷ് കരുണാകരൻ? ഒരു ദേശീയതയുടെ ഏറ്റവും ശക്തമായ മേജർ രവി നമ്മൾ ഈ കാണുന്നത് ഈ തിരങ്കയാത്രയിലൂടെ അല്ലേ? ഒരു സംശയമില്ല. കാരണം ഇന്ന് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒറ്റക്കെട്ടിൻ്റെ ഒരു സന്ദേശമാണ് അത്. ബിക്കോസ് നമ്മളെ പലപ്പോഴും അവർ വന്നത് തന്നെ ഇതുപോലെ
കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാനുള്ള ഒരു അജണ്ടയുമായിട്ടാണ് പാകിസ്ഥാൻകാർ 22-ാം തീയതി ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നരേന്ദ്രമോദിയോട് പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ പിറകിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് രാഷ്ട്രത്തിനകത്ത് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുക. നമ്മളിവിടെ ഒരു വിധത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരെ പോലും അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയായിട്ട് വന്നിട്ടുള്ളവർക്കുള്ള ഉത്തരമാണ് ഈ കാണുന്ന ആളുകൾ. കാരണം ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നു. അതിനകത്ത് ഹിന്ദു ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഒരാൾ പോലും ആ യുദ്ധത്തിനെ എതിർത്ത് പറഞ്ഞില്ല. ഒന്നോ രണ്ടോ തലയ്ക്ക് വിളവില്ലാത്ത കുറച്ച് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞായിരിക്കും, അവരെങ്ങനെ നെഗ്ലക്ട് ചെയ്തേക്കും. അവരുടെ മനസ്സിനകത്തുള്ള വിഷമാണ് കണ്ടത്. അങ്ങനെയുള്ള വിഷം ഇവിടെ പടർത്താനാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അത് സാധിച്ചില്ല. അത് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ആ രാജ്യം എതിർത്തിട്ടുള്ളതിനാണ് ഇന്ന് അവരോട് കൂടെ നന്ദി പറച്ചിലാണ്. പ്രത്യേകിച്ച് ഇവിടെ നാരീശക്തിയാണ് നേതൃത്വം നൽകുന്നത്. കാരണം നിങ്ങൾ സ്ത്രീകളെ സിന്ദൂരം മായ്ക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാണ് അവരാ കൊടുത്തിരിക്കുന്നത്. അത് സ്ത്രീകളെ തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നരേന്ദ്രമോദിജി പറയുന്നത് മാത്രമല്ല നടത്തി കാണിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ശാസ്ത്രീകരണം, സ്ത്രീകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അത് നമുക്ക് കാണാനില്ലേ. ഇതിപ്പോൾ പിറകിൽ നോക്കുമ്പോൾ സ്ത്രീകളാണ് കൂടുതലും. എനിവേ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. വിനോദ്, അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. കാരണം ഈ നാരി ശക്തി, അവരുടെ പ്രതീകങ്ങളായ വനിതകൾ ഇവിടെ നേതൃത്വം നൽകുന്നു. അതിൽ മേജർ രവി അടക്കമുള്ള ആളുകൾ മുന്നിൽ നിന്ന് അതിനെയെല്ലാം നയിക്കാൻ തയ്യാറാകുന്നു. അവരെല്ലാവരും തന്നെ ഒരു മനസ്സോടെ, കാരണം രാജ്യേതര പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മറ്റൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല, മുന്നിലുള്ള ഏത് പ്രതിസന്ധിയെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികൾ തങ്ങൾക്ക് മുന്നിലില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു നാരി ശക്തി, ഭാരത ശക്തി തന്നെയാണ് നമുക്ക് കൃത്യമായി തന്നെ ഇവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സൈന്യത്തിനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഈ വീതികളിലൂടെ കടന്നു പോകുന്ന വീതികളെ ദേശീയതയുടെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുകയും ചെയ്തത്. അതെ, വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ആദരമർപ്പിച്ചുകൊണ്ടാണ് കൊച്ചിയിൽ തിരങ്ക യാത്ര നടക്കുന്നത്. ദേശീയ പതാകയും ഏന്തി നൂറുകണക്കിന് പ്രവർത്തകരും സ്ത്രീജനങ്ങളും അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളാണ് കൊച്ചിയിലെ തിരങ്ക യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.